എല്ലാവർക്കും നമസ്കാരം. അർബൻ വ്ളോഗറിലേക്ക് സ്വാഗതം. അപ്പോൾ എപ്പോഴും പറയുന്നത് പോലെ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ്സ്, ഇൻഫ്രാസ്ട്രക്ചർ, അർബൻ ലൈഫ് ഇതുമായിട്ടുള്ള ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഇവിടെ സംസാരിക്കുക. ഇതിനോട് താല്പര്യമുള്ളവർക്ക് തുടർന്ന് കാണാം, അല്ലാത്തവർക്ക് ഇതൊരു സമയം നഷ്ടം മാത്രമായിരിക്കും. അപ്പോൾ ഇന്ന് ഒരു പുതിയ അപ്ഡേറ്റിൽ നിന്നും തുടങ്ങിക്കൊണ്ട് കുറച്ചേറെ കാര്യങ്ങളാണ് പറയാനുള്ളത്. വേൾഡ് ട്രേഡ് സെൻറ്റർ, ബ്രിഗേഡ് ഗ്രൂപ്പിൻ്റെ വേൾഡ് ട്രേഡ് സെൻറ്റർ, അവരുടെ പുതിയ വേൾഡ് ട്രേഡ് സെൻറ്റർ തിരുവനന്തപുരത്ത് ടെക്നോ പാർക്കിൽ സ്ഥാപിക്കുവാനായിട്ടുള്ള പുതിയ റിവൈസ്ഡ് MOU സൈൻ ചെയ്തിരിക്കുകയാണ്. ടെക്നോ പാർക്കും അതുപോലെ തന്നെ ബ്രിഗേഡ് ഗ്രൂപ്പും തമ്മിലാണ് ഈ കരാർ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ ഒപ്പുവെച്ചിരിക്കുന്നത്. 15 ലക്ഷം സ്ക്വയർ ഫീറ്റ്, 1.5 മില്യൺ സ്ക്വയർ ഫീറ്റ് ആയിരിക്കും ഈ വേൾഡ് ട്രേഡ് സെൻറ്ററിൻ്റെ വലിപ്പം. ഇതോടൊപ്പം തന്നെ ഒരു ലക്ഷറി ബിസിനസ് ഹോട്ടലും സ്ഥാപിക്കുന്നുണ്ട്. ആക്ച്വലി 2019 ഇങ്ങനെ ഒരു പദ്ധതി, WTC പദ്ധതി തിരുവനന്തപുരത്തേക്ക് എത്തിയതാണ്. പക്ഷെ നമുക്കറിയാം കോവിഡ് 2020 വന്നതോടുകൂടി മിക്കവാറും എല്ലാ കമ്പനികളും അവരുടെ ഫ്യൂച്ചർ പ്ലാൻസ് എല്ലാം ഒന്ന് ഷെൽഫ് ചെയ്തു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തന്നെ പല പദ്ധതികളും ഷെൽഫ് ചെയ്തതിൻ്റെ കൂട്ടത്തിൽ ഈ പ്രോജക്റ്റും ഒന്ന് ബാക്കൗട്ട് ചെയ്തിരുന്നു. പകരം അവരെന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ടെക്നോ പാർക്കിൻ്റെ ഫേസ് 1 ബ്രിഗേഡ് സ്ക്വയർ എന്ന പേരിൽ ഒരു ബിൽഡിങ്ങിൻ്റെ കൺസ്ട്രക്ഷൻ ആരംഭിച്ചു. IT സ്പേസ് ആണ്. അറിയാൻ സാധിക്കുന്ന ഈ IT സ്പേസ് കംപ്ലീറ്റ്ലി ലീസ്ഡ് ഔട്ടാണ്. ഇപ്പോൾ ഏകദേശം അത് കംപ്ലീറ്റ് ആവാറായി. പക്ഷേ തുറക്കുന്നതിന് മുമ്പ് തന്നെ അത് ലീസ്ഡ് ഔട്ടാണ്. അപ്പോൾ അവർ അടുത്ത സ്കെയിൽഡ് അപ്പ് ആയിട്ടുള്ള വീണ്ടും WTC പ്രോജക്റ്റിലേക്ക് തിരിച്ചു വരികയും അത് നേരത്തെ ഫേസ് 4 ടെക്നോ പാർക്ക് ഫേസ് 4, അതായത് പഴയ ടെക്നോ സിറ്റി ഫേസ് 4 നിന്ന് ആ പ്രോജക്റ്റ് ഫേസ് 1 മാറ്റിയിട്ടുണ്ട്. ഇനി WTCയും ഹോട്ടലും വരുന്നത് ഫേസ് 1 നമുക്കറിയാം ട്രിവാൻഡ്രത്തിൻ്റെ ഇപ്പോഴത്തെ ഒരു ബൂമിങ് എന്താണെന്ന്, ഇപ്പോഴത്തെ ഒരു ട്രെൻഡ്, എല്ലാത്തിലും ആ ഒരു ട്രെൻഡ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിയിലും ഹൗസിംഗ് തുടങ്ങി ഓഫീസ് സ്പേസ് മേക്കിങ്ങിലടക്കം കമ്പനീസിൻ്റെ പുതിയ പ്രോജക്റ്റുകൾ ഈ വർഷം ഒരുപാട് കേൾക്കാം. ഇന്ത്യയിലെ എല്ലാ പ്രമുഖ നഗരങ്ങളിലും WTC ഉണ്ട്. കേരളത്തിൽ ഓൾറെഡി കൊച്ചിയിൽ ഇൻഫോ പാർക്കിൽ ഒരു WTC ഉണ്ട്. ഇപ്പോൾ അതിൻ്റെ 3ാമത്തെ ടവറിൻ്റെ കൺസ്ട്രക്ഷൻ നടക്കുകയാണ്. അതുകൂടെ കഴിഞ്ഞ് കഴിയുമ്പോൾ അത് 1 മില്യൺ സ്ക്വയർ ഫീറ്റാണ് അതിൻ്റെ സൈസ്. ഇത് 1.5 മില്യൺ സ്ക്വയർ ഫീറ്റിൻ്റെയാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. WTC സ്ഥാപിതമാകുമ്പോൾ ഉള്ള ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് A ക്ലാസ് പ്രീമിയം ഓഫീസ് സ്പേസുകൾ ക്രിയേറ്റ് ചെയ്യപ്പെടും. അത്തരം കമ്പനീസിന് കടന്നു വരാനും ഇപ്പോൾ ജനറേറ്റ് ചെയ്തിരിക്കാൻ പോകുന്ന ജോബ് ഓപ്പർച്യൂണിറ്റീസ് പറയുന്നത് 10,000 to 15,000 ആണ്. ഇതുകൂടാതെ തന്നെ ഒരുപാട് പ്രോജക്റ്റുകൾ ഈ IT എനേബിൾഡ് IT റിലേറ്റഡ് ആയിട്ട് ട്രിവാൻഡ്രത്ത് നടക്കുന്നുണ്ട്. അത് ഏതൊക്കെയാണെന്നും കൂടി നമുക്ക് നോക്കാം. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ബ്രിഗേഡ് സ്ക്വയർ എന്ന് പറയുന്ന പ്രോജക്റ്റ് ഓൾറെഡി നടക്കുന്നുണ്ട്. ടോറസിൻ്റെ ഫസ്റ്റ് ബിൽഡിംഗ് ഓപ്പൺ ആയിട്ടുണ്ട്. അതിൻ്റെ സെക്കൻഡ് ബിൽഡിംഗ് ആയിട്ടുള്ള യോസോമൈറ്റ് എന്നതിൻ്റെ കൺസ്ട്രക്ഷനാണ് ഇനി നടക്കാനുള്ളത്. ഇതുപോലെ തന്നെ ടെക്നോ പാർക്കിൻ്റെ തന്നെ സ്വന്തം ഒരു ബിൽഡിംഗ് ഫേസ് 1 പുതിയതൊരെണ്ണം വരുന്നുണ്ട്. ഇത് കൂടാതെ കുറച്ച് മേജർ ആക്ടിവിറ്റീസ് ഉണ്ട്. അത് ഏതൊക്കെയാണെന്ന് പറഞ്ഞുതരാം. അതിലാദ്യത്തേതാണ് എമർജിംഗ് ടെക്നോളജി ഹബ്. നമുക്കറിയാം സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റം കേരളത്തിൽ വളരെ വലുതായിട്ട് ബൂം ചെയ്യുന്ന ഒന്നാണ്. തിരുവനന്തപുരത്തു നിന്നുള്ള ജെൻ റോബോട്ടിക്സ് അടക്കമുള്ള സ്റ്റാർട്ടപ്പിലെ പല കമ്പനികളും വേൾഡ് ഫേമസ് ആയി കഴിഞ്ഞു. അപ്പോൾ അതിന് പറ്റിയ ഒരു എക്കോസിസ്റ്റം നമുക്കുണ്ട്. പക്ഷേ സ്റ്റാർട്ടപ്പിന് വേണ്ടിയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഗവൺമെൻറ് സൈഡിൽ നിന്നും ഉണ്ടായിട്ടില്ല. പണ്ട് നമുക്ക് ഇൻക്യുബേറ്റർ എന്ന് പറയുന്നതുണ്ടായിരുന്നു ടെക്നോ പാർക്ക്. പക്ഷേ ഇതിന് വേണ്ടിയിട്ടൊരു വലിയ പ്രോജക്റ്റ് വരുന്നുണ്ട്. അതാണ് എമർജിംഗ് ടെക്നോളജി ഹബ്. 1000 സ്റ്റാർട്ടപ്പുകൾക്ക് ഒരേ സമയം വർക്ക് ചെയ്യാവുന്ന രീതിയിലുള്ള ഫെസിലിറ്റിയാണ്. ഇതിൻ്റെ ടെൻഡറിങ് എല്ലാം കഴിഞ്ഞിട്ട് കൺസ്ട്രക്ഷൻ ഫേസിലേക്ക് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഒരു വലിയ ഗെയിം ചേഞ്ചിങ് പ്രോജക്റ്റ് തന്നെയാണിത്. കാരണം ഓരോ തവണയായിട്ട് നമുക്ക് 1000 സ്റ്റാർട്ടപ്പ് കമ്പനീസിനെ ഇതിനെ എമർജിംഗ് ടെക്നോളജി ഹബ്ബ് എന്നിടാൻ കാരണം പുതുതായി വരുന്ന ടെക്നോളജീസ്, റോബോട്ടിക്സ്, AI, ബ്ലോക്ക് ചെയിൻ പോലുള്ള ടെക്നോളജി ബേസ് ചെയ്തിട്ടുള്ള കമ്പനീസിനെയാണ് കൂടുതലായിട്ട് ഇങ്ങോട്ടേക്ക് അക്കോമഡേറ്റ് ചെയ്യുക. ഇതുപോലെ അടുത്തൊരു പ്രോജക്റ്റ് ഇപ്പോൾ കൺസ്ട്രക്ഷൻ ഫാസ്റ്റ് ഫേസിൽ നടന്നുകൊണ്ടിരിക്കുന്ന TCS ഡിജിറ്റൽ ഹബ്ബാണ്. ഇതേ കോൺസെപ്റ്റ് തന്നെയാണ് TCSൻ്റെയും ബിൽഡിങ്ങിൽ വരുന്നത്. ഇത് 1.1 മില്യൺ സ്ക്വയർ ഫീറ്റ്, 11 ലക്ഷം സ്ക്വയർ ഫീറ്റുള്ള ബിൽഡിങ്ങാണ്. ഇതിൻ്റെ റെൻഡറിങ്സ് ഒന്നും അവൈലബിൾ അല്ല. ഈ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്ന ഇതിപ്പോൾ ഈ കഴിഞ്ഞ 3 ദിവസത്തിനുള്ളിൽ എടുത്ത ഫോട്ടോയാണ്. ഇതൊരു മാസീവ് പ്രോജക്റ്റാണ്. TCSൻ്റെ തന്നെ അവരുടെ തന്നെ ഏറ്റവും വലിയ പ്രോജക്റ്റുകളിലൊന്നാണ്. ഏകദേശം 2,500 കോടിയോളം വരെ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യും എന്നുള്ളതാണ് അവർ പറഞ്ഞിരിക്കുന്നത്. 22,000-ലധികം പേർക്ക് ജോലി കിട്ടുന്ന, അത്രയും മാത്രം തൊഴിലവസരങ്ങൾ ഉണ്ടാക്കുന്ന മറ്റൊരു പ്രോജക്റ്റാണ് TCS ഡിജിറ്റൽ ഹബ്. മറ്റൊന്നാണ് ഒരു ഗെയിം ചേഞ്ചിങ് പ്രോജക്റ്റായിട്ടുള്ള സ്പേസ് പാർക്ക്. ഇതിൻ്റെ ടെൻഡറിങ് ആയി കഴിഞ്ഞു. സ്പേസ് പാർക്കിൻ്റെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ടെക്നോ പാർക്ക് പോലെ തന്നെ സ്പേസ് രംഗത്ത് വർക്ക് ചെയ്യുന്ന കമ്പനികളെ കൊണ്ടുവരാനുള്ള പ്രോജക്റ്റാണിത്. ഈ പ്രോജക്റ്റ്
ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ വളരെ വലിയൊരു ഡ്രീം പ്രോജക്റ്റായിരുന്നു. കാരണം നമുക്കറിയാം ഇന്ത്യയിൽ ഈ സ്പേസ് എക്കോസിസ്റ്റം ഉള്ള കുറച്ച് സിറ്റീസേ ഉള്ളൂ. അതിലൊന്നാണ് തിരുവനന്തപുരം എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്പേസ് സിസ്റ്റം ഉണ്ടായതുകൊണ്ട് തന്നെ ഈ സ്പേസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കമ്പനികൾ, ഡി സ്പേസ് അടക്കമുള്ള കമ്പനികൾ ട്രിവാൻഡ്രത്ത് ഓൾറെഡി ഉണ്ട്. അപ്പോൾ ഇത്തരം മൾട്ടിനാഷണൽ കമ്പനീസിനെ കൂടുതലായിട്ട് കൊണ്ടുവരാൻ നമുക്കറിയാം, സ്പേസ് ടെക്നോളജിയിൽ ഒരുപാട് പ്രൈവറ്റ് കമ്പനീസിൻ്റെ ബിസിനസ് അല്ലെന്നുണ്ടെങ്കിൽ ബിസിനസ് മോഡൽസ് ഇപ്പോൾ ഉണ്ടായി വരുന്നുണ്ട്. അപ്പോൾ ഇതിനെ കേറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് സ്പേസ് പാർക്ക് എന്ന് പറയുന്ന കോൺസെപ്റ്റ് കൊണ്ടുവരികയും ആ സ്പേസ് പാർക്കിലേക്ക് കമ്പനീസ്, റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് എല്ലാം കൊണ്ടുവരിക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഇത് ഏകദേശം എനിക്ക് തോന്നുന്നു 20,000 to 25,000 ജോബ് ജനറേഷൻ ഉണ്ടാക്കാൻ കഴിയുന്ന പ്രോജക്റ്റാണ്. മറ്റൊന്നാണ് മെഡിക്കൽ ഡിവൈസസ് പാർക്ക്. നമുക്കറിയാം ബയോ 360 എന്ന് പറയുന്ന ലൈഫ് സയൻസ് പാർക്ക്. അവിടെ ഇപ്പോൾ ഓൾറെഡി തന്നെ നമുക്കറിയാവുന്ന പോലെ ഒരുപാട് എസ്റ്റാബ്ലിഷ്മെൻറ്റ്സ് ഉണ്ട്. വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് അടക്കമുള്ള എസ്റ്റാബ്ലിഷ്മെൻറ്റ്സ് ഉണ്ട്. ഇപ്പോൾ അവിടുത്തെ നടക്കുന്നൊരു മേജർ ട്രാൻസ്ഫോർമേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ അടുത്ത കാലത്ത് 8 കമ്പനികൾ ഒരുമിച്ചാണ് അവിടെ ഓഫീസും അവരുടെ ഫെസിലിറ്റിയും സ്റ്റാർട്ട് ചെയ്തത്. അവിടേക്ക് ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റ്സ് വരികയാണ്. ഏകദേശം 1,000 crores അടുപ്പിച്ചുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഈ ബയോടെക്നോളജി പാർക്ക് അവിടെ മെഡിക്കൽ ഡിവൈസസ് ബേസ് ചെയ്തിട്ട് വരുന്നുണ്ട്. സോ ശ്രീചിത്രയുമായിട്ട് ചേർന്നുകൊണ്ടിട്ടുള്ള മെഡിക്കൽ ഡിവൈസസ് ഫെസിലിറ്റീസും അതിനോടനുബന്ധിച്ചിട്ടുള്ള കമ്പനികളും ഈ പാർക്കിലേക്ക് വരികയാണ്. ഇതിൻ്റെ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഫേസ്, ആദ്യം ഒരു ഫസ്റ്റ് ഫേസ് ഉണ്ടായിരുന്നു, ഇപ്പോൾ സെക്കൻഡ് ഫേസും തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇവിടേക്ക് ഒരുപാട് കമ്പനീസ് ഫ്ലോ ചെയ്യുന്നുണ്ട്. ഇതും ഏകദേശം എറൗണ്ട് ഇപ്പോഴത്തെ ഒരു കണക്കുകൾ നോക്കിയാൽ തന്നെ ഏകദേശം 15,000 മുതൽ 20,000 ജോബ് ജനറേഷൻ ഉണ്ടാക്കുന്ന ഒരു ഫെസിലിറ്റിയാണ്. അടുത്തതാണ് ഡിജിറ്റൽ സയൻസ് പാർക്ക്. നമുക്കറിയാം ഇതിൻ്റെ ശിലാസ്ഥാപനം നിർവഹിച്ചത് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയായിരുന്നു. അതിൻ്റെ ടെമ്പററി ഫെസിലിറ്റി ഓൾറെഡി തന്നെ തുടങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ കൺസ്ട്രക്ഷൻ കമൻസ് ചെയ്യാൻ പോവുകയാണ്. ഡിജിറ്റൽ സയൻസ് പാർക്കുമായിട്ട് റിലേറ്റ് ചെയ്ത് ഒരുപാട് ഫോറിൻ കമ്പനീസും എസ്റ്റാബ്ലിഷ്മെൻറ്റുകളും നമുക്കിപ്പോൾ റിവീൽ ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഒരുപാട് എസ്റ്റാബ്ലിഷ്മെൻറ്റുകൾ ഇതുമായിട്ട് യോജിച്ച് പ്രവർത്തിക്കാൻ വരുന്നുണ്ട്. അപ്പോൾ ഇതൊരു ഈ ഡിജിറ്റൽ സയൻസ് പാർക്കിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് ഡിജിറ്റൽ എനേബിൾഡ് സയൻസ് പ്രൊമോട്ട് ചെയ്യുന്ന പാർക്കാണ്. ഇവിടെ R&D ഫെസിലിറ്റീസ് അടക്കം ഉണ്ടാവും. ഇവിടെയും ഏകദേശം ഒരു 25,000 ജോബ് ജനറേഷൻ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ ഒരുപാട് ഫ്യൂച്ചർ ടെക്കുകൾ ബേസ് ചെയ്തിട്ടുള്ള, ഇവിടുന്ന് ഒരു 5-10 വർഷം കഴിയുമ്പോഴത്തേക്ക് ഏറ്റവും എസ്റ്റാബ്ലിഷ്ഡ് ആവുന്ന ടെക്നോളജി ബേസ് ചെയ്തിട്ടുള്ള കമ്പനീസിനെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫെസിലിറ്റീസ് വലിയൊരു വിഷനോട് കൂടി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം സംഭവിക്കുന്നത് നമുക്കറിയാം പള്ളിപ്പുറം മംഗലപുരം ഏരിയ ബേസ് ചെയ്തിട്ടാണ്. അതൊരു വലിയൊരു വളർച്ചയിലേക്കാണ് ആ പ്രദേശം പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഈ എസ്റ്റാബ്ലിഷ്മെൻറ്റ്സ് എല്ലാം വന്നു കഴിയുമ്പോൾ നിങ്ങൾ ഇന്ന് കഴക്കൂട്ടം എന്ന് പറയുന്നതിൻ്റെ ഒരു 10 ഇരട്ടിയെങ്കിലുമുള്ള ഡെവലപ്മെൻറ്റ് ആ ഏരിയയിൽ നടക്കും. കാരണം അവിടെ അത്രയും ലാൻഡ് പാഴ്സൽസ് ഉണ്ട്, നമ്മുടെ റോഡ് ഇപ്പോൾ ഡെവലപ്പ് ആയിരിക്കുകയാണ്. ഇത്രയും ഫെസിലിറ്റീസ് ഒരുമിച്ച് വന്നു കഴിയുമ്പോൾ ആ പ്രദേശം എങ്ങനെ മാറും എന്നുള്ളത് നമുക്ക് അറിയാം. ടുവേർഡ്സ് ആറ്റിങ്ങിൽ തന്നെ ഒരുപാട് ഹൗസിംഗ് സെക്ടറിൽ ഭയങ്കരമായിട്ടുള്ള ഡെവലപ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതുകൂടാതെ ഈ പ്രദേശത്ത് എടുത്തു പറയാനുള്ള മറ്റൊരു ഫെസിലിറ്റിയും കൂടാണ് OAGC നിയോപോളിസ്. എന്താണ് OAGC നിയോപോളിസ്? OAGC എന്ന് പറഞ്ഞാൽ ഔട്ടർ ഏരിയ ഗ്രോത്ത് കോറിഡോർ നമുക്കറിയാം. അതിൻ്റെ ഭാഗമായിട്ട് IT സെക്ടറിന് വേണ്ടിയിട്ട് വരുന്ന ഏരിയയാണ് ഈ നിയോപോളിസ് എന്ന് പറയുന്നത്. നിയോപോളിസ് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെയും കൂടി സപ്പോർട്ട് കിട്ടുന്ന ഒരു പ്രോജക്റ്റാണ്. അതായത് ഇന്ത്യയിൽ 8 ആധുനിക നഗരപ്രദേശങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാരിൻ്റെ നഗരകാര്യ മന്ത്രാലയം ഇൻവിറ്റേഷൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. അതിന് പദ്ധതികൾ അപ്ലൈ ചെയ്യാൻ വേണ്ടി. അതിന് നമ്മൾ അപ്ലൈ ചെയ്ത പദ്ധതിയാണ് OAGC നിയോപോളിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ നിയോപോളിസിനകത്ത് എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഈ പറഞ്ഞ ടെക്നോസിറ്റിയും ഞാൻ ഈ പറഞ്ഞ പാർക്കുകൾ, ഈ ഡിഫറെൻറ്റ് പാർക്കുകളുമൊക്കെ ഉൾപ്പെടുന്ന പ്രദേശത്തിനെ ടോട്ടലി ഒരു ആധുനിക നഗരമായി വികസിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള മാസ്റ്റർ പ്ലാനാണ് OAGC നിയോപോളിസ്. ഇത് നടപ്പാക്കാൻ വേണ്ടിയിട്ടൊരു സ്പെഷ്യൽ കമ്മിറ്റി തന്നെ രൂപീകരിച്ചിട്ടുണ്ട് സംസ്ഥാന സർക്കാർ. അതിനകത്ത് വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകൾ, നമ്മുടെ ലോക്കൽ സെൽഫ് ഗവൺമെൻറ്, റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ്, അതുപോലെ തന്നെ IT, വ്യവസായം, ഇങ്ങനെയുള്ള പല ഡിപ്പാർട്ട്മെൻറ്റുകളെ യോജിപ്പിച്ചുകൊണ്ട് അതിൻ്റെ ഒരു കമ്മിറ്റി ഉണ്ടാക്കിയിട്ടുണ്ട്. ആ കമ്മിറ്റി ആയിരിക്കും ഈ പ്രദേശത്തിൻ്റെ ഭരണം നിർവഹിക്കുക. അതിന് കേന്ദ്ര സർക്കാരിൽ നിന്ന് നമുക്ക് ഏകദേശം 1,000 കോടി രൂപയോളം സഹായം ലഭിക്കും. അതുകൂടാതെ സംസ്ഥാന സർക്കാരിൻ്റെ വിഹിതം, അതുപോലെ തന്നെ പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്നുള്ള വിഹിതമെല്ലാം ചേർത്ത് ഈ പ്രദേശത്തെ ഒരു ആധുനിക നഗരമായി വളർത്തിക്കൊണ്ടുവരിക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഇനി മറ്റൊരു പ്രോജക്റ്റാണ്, ഇപ്പോൾ ടെൻഡറിങ് നടന്നിരിക്കുന്ന പ്രോജക്റ്റാണ് ക്വാഡ്. നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകും, ടെക്നോ പാർക്കിൻ്റെ ക്വാഡ് എന്ന് പറയുന്ന പ്രോജക്റ്റ് ഏകദേശം 40 ലക്ഷം സ്ക്വയർ ഫീറ്റ് വലിപ്പമുള്ള IT സ്പേസ്, ഓഫീസ് സ്പേസ്, റെസിഡൻഷ്യൽ,
കൊമേഴ്ഷ്യൽ ഇതെല്ലാം കൂടെ ചേർന്നിട്ടുള്ളൊരു പ്രോജക്റ്റാണ് ക്വാഡിൻ്റെ പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റിനുള്ള ടെൻഡറിങ്ങും അതുപോലെ തന്നെ ക്വാഡ് സ്വന്തമായി ടെക്നോപാർക്ക് സ്വന്തമായി നിർമ്മിക്കുന്ന ബിൽഡിങ്ങിൻ്റെ ടെൻഡറിങ്ങും നടന്നു കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഔട്ട്കംസ് നമുക്ക് ഉടനെ അറിയാൻ കഴിയും. അതുപോലെ തന്നെ ഈ പ്രദേശത്ത് ഒരു യൂണിറ്റി മാളിൻ്റെ കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട്. കോൺസെപ്റ്റ് എന്താണെന്ന് നമുക്കറിയാം. അത് കേന്ദ്ര സർക്കാർ പ്രൊമോട്ടഡ് ആയിട്ടുള്ളൊരു പ്രോജക്റ്റാണ്. അതാത് സംസ്ഥാനങ്ങളിൽ ഉണ്ടാക്കുന്ന പ്രോഡക്ട്സ് അതുപോലെ തന്നെ അതാത് ജില്ലകളുടെ പ്രോഡക്ട്സ് ഒക്കെ വിറ്റഴിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന ഒരു മാൾ കോൺസെപ്റ്റാണ് യൂണിറ്റി മാൾ. അപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ടൂറിസ്റ്റുകൾ വിദേശികളൊക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് ഇപ്പോൾ കേരളത്തിൻ്റെ തനതായിട്ടുള്ള സാധനങ്ങൾ വാങ്ങാൻ കഴിയും അവിടുന്ന്. അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഫെസിലിറ്റിയാണ് യൂണിറ്റി മാൾ. അതും വരുന്നത് പള്ളിപ്പുറത്താണ്. സോ ടെക്നോളജി രംഗത്ത് ഇത്രമാത്രം ഇൻവെസ്റ്റ്മെൻറ്റുകൾ നടക്കുന്നുണ്ട്. ഇതുപോലെ തന്നെ ഒരുപാട് ചെറുതും പല മീഡിയം രീതിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകൾ വേറെയുണ്ട്. ഓരോരോ ഇപ്പം സൺടെക്കിൻ്റെ ബിൽഡിംഗ് ഓൾറെഡി ഫിനിഷ്ഡ് ആയി കഴിഞ്ഞു. ഇതുപോലുള്ള വേറെ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയുടെ ഗ്രാഫീൻ സെൻ്ററുണ്ട്. ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി റിലേറ്റ് ചെയ്തിട്ട് ഒരുപാട് കാര്യങ്ങൾ ഇതുപോലെ ഫെസിലിറ്റീസ് വരുന്നുണ്ട്. പക്ഷേ ഞാനിപ്പോൾ പറഞ്ഞത് മുഴുവൻ മേജറായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചറാണ്. അപ്പോൾ ഈ പ്രോജക്റ്റുകൾ വന്നു കഴിയുമ്പോഴത്തേക്ക് ഏകദേശം ഇതെല്ലാം കൂടെ ചേർത്ത് തന്നെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 1 ലക്ഷം മുതൽ 1,25,000 പേർ ഈ ഒരു രംഗത്തേക്ക് മാത്രം വളരെ റീസെൻറ്റ് ടൈംസിൽ അടുത്തൊരു 5 വർഷത്തിനുള്ളിൽ ജോലിക്ക് വേണ്ടി എത്തും. ഇത് കൂടാതെയാണ് നമുക്ക് വരുന്ന വിഴിഞ്ഞം ബേസ് ചെയ്തിട്ടുള്ള ഇൻഡസ്ട്രീസ്. ഞാൻ അതിനകത്തേക്ക് മിക്സ് ചെയ്യുന്നില്ല. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് നമ്മുടെ ബഹുമാനപ്പെട്ട ധനമന്ത്രി പറഞ്ഞതുപോലെ തന്നെ ഏകദേശം 14 മുതൽ 16 ലക്ഷം പേര് വരെയാണ് ഈ പ്രദേശത്തേക്ക് ജോലിക്കായി എത്താൻ പോകുന്ന ഈ വിവിധ ഇൻവെസ്റ്റ്മെൻറ്റ്സിലൂടെ. വിഴിഞ്ഞം മുതൽ ഈ ടെക്നോളജി അടക്കമുള്ള ലോജിസ്റ്റിക്സ് അതുപോലെ തന്നെ മാനുഫാക്ചറിങ് പോലുള്ള പല കാര്യങ്ങൾ വഴി എത്താൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു റിഫ്ലക്ഷനാണ് നമ്മൾ ഈ അടുത്ത കാലത്ത് ഹൗസിംഗ് സെക്ടറിലും വെഹിക്കിൾ രജിസ്ട്രേഷൻ സെക്ടറിലും ഒക്കെ തിരുവനന്തപുരത്ത് വിസിബിൾ ആയിരിക്കുന്നത്. ഒരു നഗരം എന്ന് പറയുന്ന കോൺസെപ്റ്റ് തന്നെ മാറി ഒരു ഗ്രേറ്റർ ക്യാപിറ്റൽ റീജിയനിലേക്ക് പോകുന്ന ഒരു അവസ്ഥയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ മുമ്പിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കൂടുതൽ പ്രദേശങ്ങൾ ഒരുപക്ഷെ കൊല്ലവും കൊട്ടാരക്കരയും പുനലൂരും അടക്കമുള്ള പ്രദേശങ്ങളെയൊക്കെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് സൗത്തിലേക്ക് കന്യാകുമാരി വരെയുള്ള പ്രദേശങ്ങളെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ളൊരു വികസനമായിരിക്കാം ഇനി നിങ്ങൾ മുന്നിൽ കാണാൻ പോകുന്നത്. അപ്പോൾ ടെക്നോളജി റിലേറ്റ് ചെയ്തിട്ട് ഇപ്പോൾ ഈ ഒരു വേൾഡ് ട്രേഡ് സെൻറ്റർ വന്ന ഒരു പശ്ചാത്തലത്തിൽ അതിൻ്റെ കുറച്ച് അപ്ഡേറ്റുകളുമായിട്ടാണ് വന്നത്. ഉടനെ തന്നെ അടുത്ത വീഡിയോ ആയിട്ട് കണ്ടുമുട്ടുന്നത് വരെ